ട്രിപ്പിൾ ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക. ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണോ. ഇവിടെ ഏജ് ഓഫ് കപ്സ് എന്നുള്ളതാണ്. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയമാണ് ആ പേഴ്സൺ നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ മനസ്സ് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണലായിട്ട് ഇതുവരെ ഒരു പക്ഷേ നിങ്ങളുടെ പ്രണയത്തിൽ കണ്ടീഷൻ വെച്ചിട്ടുണ്ടാവും ആ പേഴ്സൺ. അതായത് ഈ ഒരു ടൈമിലേ വിളിക്കാൻ പറ്റത്തുള്ളൂ, കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് സാധ്യമാകുന്നത്, അൺകണ്ടീഷണലായിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്ക് തരാൻ ഇപ്പോൾ നിർവാഹമില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പ്രണയത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം തരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ആ ഒരു സോൾ കണക്ഷൻ ആ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു ടെലിപ്പതി, എപ്പോഴും നിങ്ങളുടെ കാര്യത്തിലൊരു ഓർമ്മ എല്ലാം ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഒരുപാട് ബാഡ് ഡ്രീംസ് ഈ വ്യക്തി കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ വിട്ടുപിരിയാൻ കഴിയില്ല എന്ന വ്യക്തി ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുമുണ്ടാവാം. അതുകൊണ്ടാണ് അൺകണ്ടീഷണലായിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിൽ ആ വ്യക്തി നിങ്ങൾ നല്ലൊരു മോട്ടിവേറ്റർ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ വ്യക്തിയെ ഒരുപാട് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ നല്ലൊരു സുഹൃത്തുക്കളായിരുന്നിരിക്കണം. കുട്ടിക്കാലം മുതലേ ഈ വ്യക്തി നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗായിരിക്കാം, നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളായിരിക്കാം. ഏതായാലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഈ വ്യക്തി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ആ വ്യക്തിയെ ലക്കാണെന്ന് ചിന്തിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇവിടെ പരസ്പരം വലിയ അന്തരങ്ങൾ നിങ്ങളുടെ ആ ഒരു ജീവിത രീതിയിലുണ്ടാവാം. നിങ്ങളുടെ കാസ്റ്റ്, റിലീജിയനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം, സാമ്പത്തിക സ്ഥിതി ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാനായിട്ട് കഴിയാത്ത സിറ്റുവേഷൻ ആയിരിക്കാം ഉള്ളത്. ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുണ്ട്. പക്ഷേ ഇവിടെ ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ മാരേജ് എന്നുള്ളതാണ്. ആ വ്യക്തി നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നു. ഇതിന് മുമ്പത്തെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ആ വ്യക്തി നിങ്ങളിലൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രണയത്തെ ദിവ്യമായിട്ടാണ് ആ പേഴ്സൺ കാണുന്നത്. അതായത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല എന്നുള്ള കാര്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹം ഈ ഒരു അവസരത്തിൽ ഈ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാവാം നിങ്ങളോട്. ചിലപ്പോൾ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വന്നത്. ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. ഇവിടെ ഫയർ സൈനാണ് കൂടുതലായിട്ട് കാണുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അബണ്ടൻസ് തരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് എപ്പോഴും മൂല്യം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് ഓടി വരാനായിട്ടാണ് ആ പേഴ്സൺ വളരെയധികം ശ്രമിക്കുന്നതും. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ വളരെ യങ് ആയിട്ടുള്ള പേഴ്സണാണ്. ചിലപ്പോൾ കാഴ്ചയിൽ വളരെ യങ് ആയിട്ട് തോന്നുകയും ചിലപ്പോൾ ഏജ് ഉണ്ടാവുകയും നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ടെമ്പറൻസ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള നല്ലൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട്, നല്ലൊരു നിമിഷത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ആ പേഴ്സൺ. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം അത്. ചിലപ്പോൾ നിങ്ങളുടെ നേരത്തെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിയോട് മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം.
അതിനെക്കുറിച്ച് സംസാരിക്കാനും അത് ഉൾക്കൊള്ളാനും ഇപ്പോൾ ആ വ്യക്തി തയ്യാറാണ്. അതിന് തയ്യാറായിട്ടാണ് പേഴ്സൺ വരുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി വേറെ ഏതെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കാം. ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരുപാട് നല്ല ജോബ് ഉണ്ടായിരിക്കാം, ബിസി ആയിരിക്കാം. മറ്റുള്ള ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിരിക്കാം. എന്ത് തന്നെ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ടെക്സ്റ്റ്, മെസ്സേജ്, മെയിൽ ഒക്കെയും പ്രതീക്ഷിക്കാം. പുതിയൊരു സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി ചെയ്യുന്നത്. നിങ്ങളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ആ വ്യക്തിയുടെ പ്രണയം മുഴുവൻ തുറന്നു പറയാനും പ്രപ്പോസ് ചെയ്യാനും ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് ഈ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവാം, സ്പേസ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രണയം തോന്നുന്ന സിറ്റുവേഷനാണ്. ഒരുപാട് ദയ തോന്നുന്നുണ്ട് നിങ്ങളോട്, ഒരുപാട് കരുണ തോന്നുന്നുണ്ട് പേഴ്സണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തി തരുന്ന മൂല്യമാണ്. നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ ഒരു മനസ്സിലാക്കൽ ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ടിൻ ഫ്ലെയിം ജേണിയാണ്. അതാണ് സ്ട്രെങ്ത് എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുകയാണ്. ആ വ്യക്തി നിങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസർ സ്കോർപിയോ സ്പേസസ് യു ക്യാൻ ഡു ദിസ്. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. ലവ് ബിലീഫ്, പ്രണയത്തിലൊരു വിശ്വാസ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവണം. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് അഡിക്ഷൻ തോന്നിയിട്ടുണ്ടാവണം. നിങ്ങൾ വിട്ടുപിരിഞ്ഞ് പോകാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഒരുപാട് പ്രണയമാണ് നിങ്ങളോട് ആ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത്. ബി എന്നാണ് കിട്ടിയിട്ടുള്ളത്. QLIUMX എന്ന് കിട്ടിയിട്ടുണ്ട്. N എന്നാണ് കിട്ടിയിട്ടുള്ളത്. KE എന്ന് കിട്ടിയിട്ടുണ്ട്. ZDG. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റിസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബർത്ത് മന്ത് ആവാം. 28 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആവാം. 23 നിങ്ങളുടെ ഏജ് ആവാം. സ്കോർപിയോ. ഷോർട്ട് ഹെയർ, നിങ്ങളുടെ ഷോർട്ട് ഹെയർ ആയിരിക്കാം, പേഴ്സൻ്റെ ഷോർട്ട് ഹെയർ ആയിരിക്കാം. മാർച്ച് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 14 എന്നൊരു ഡേറ്റ്. ആർക്കഞ്ചൽ ജോഫൈൽ. ബ്ലാക്ക് ഹെയർ, ആ വ്യക്തിക്ക് ബ്ലാക്ക് ഹെയർ ആയിരിക്കാം. ബ്രദർ. 19 എന്നൊരു ഡേറ്റ്. 20 ബ്ലാക്ക് കളറ് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം. ആർക്കഞ്ചൽ ജോഫേൽ, ആർക്കഞ്ചൽ ഏരിയൽ. ഒന്ന് നിങ്ങളിലേക്ക് ധനം വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ആർക്കഞ്ചൽ ജോഫേൽ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചലാണ്. ഇവിടെ കാസർഗോഡ്, ആലപ്പുഴ എന്ന പ്ലേസ് ആണ് കിട്ടിയിട്ടുള്ളത്. വയനാട് എന്ന് കിട്ടിയിട്ടുണ്ട്. പാലക്കാട്, തൃശ്ശൂർ. അപ്പോൾ ഇത്രയും പ്ലേസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ പ്ലേസ് ആവാം, പേഴ്സൻ്റെ പ്ലേസ് ആവാം, ജോബ് ചെയ്യുന്ന പ്ലേസ് ആവാം, പഠിച്ചിട്ടുള്ള പ്ലേസ് ആവാം, നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള പ്ലേസ് ആവാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ്, മറ്റാരും തന്നെ ഇല്ല എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. ആസ്ക് യുവർ ഏഞ്ചൽസ്, നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കുക. ട്രസ്റ്റ്, നിങ്ങൾ വിശ്വസിക്കുക. ട്രസ്റ്റ് ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ പരസ്പരം ട്രസ്റ്റ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങൾ സ്പേസ് കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ ആ വ്യക്തിയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങൾക്ക് സ്പേസ് തന്നിട്ടുണ്ടാവില്ല, അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവും, മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നുണ്ട്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ പേഴ്സൺ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയവുമായി നിങ്ങളുടെ മുന്നിലെത്തും. അതും ഉടനെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ്, ടെക്സ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കാം. ഈ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫെയിം ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഒരു അനിമൽ ട്രെയിനർ ആയിരിക്കാം, സ്പോർട്സ് സംബന്ധിച്ച് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേ.